Hi everyone, welcome back to my channel Morshe's English. In this video, I am going to introduce my handwriting improvement class. Handwriting improvement class ne patti already ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. ഹാൻഡ്റൈറ്റിംഗിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയതോടുകൂടി പല കുട്ടികളുടെയും ഹാൻഡ് റൈറ്റിംഗ് ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. ചില കുട്ടികൾ നല്ല അക്കാഡമിക് പെർഫോമൻസ് ആയിരിക്കും, എന്നാൽ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നന്നായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ക്ലാസ്സുകൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഹാൻഡ് റൈറ്റിംഗ് എത്ര മോശമായവർക്കും ഈ ക്ലാസ്സുകളിലൂടെ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാകും എന്നറിയണമെങ്കിൽ ഞാൻ എൻ്റെ ഈ ചാനൽ തന്നെ കുറേ റൈറ്റിംഗ് സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതിയതാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അതുപോലെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഹാൻഡ് റൈറ്റിംഗിൻ്റെ ബേസിക് മുതലുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഏജ് ബാറില്ല. 5 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓരോ ക്ലാസ്സുകളും റെഗുലറായിട്ട് വാച്ച് ചെയ്യുക, കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഞാൻ ഓരോ ക്ലാസ്സിലും തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഓരോ ക്ലാസ്സുകളും റെഗുലറായിട്ട് വാച്ച് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇത് നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. കുറച്ച് ബേസിക് പാറ്റേൺസ് ആണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ ബുക്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 4 ലൈൻ തന്നെ യൂസ് ചെയ്യുക. അതൊരു കൊച്ചു കുട്ടികൾക്ക് പെൻസിൽ കൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യിക്കുക. കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർ ഫൗണ്ടൻ പെന്നോ ജെൽ പെന്നോ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. 4 ലൈനിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് ലെറ്റേഴ്സിൻ്റെ സൈസ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഫസ്റ്റ് ടിക്ക് അപ്പ് ആണ്, ലൈക്ക് ദിസ്. ഞാനിവിടെ ഇത്രയും ചെയ്യുന്നുള്ള സ്പേസ് കുറവായതുകൊണ്ട് നിങ്ങളിത് ഒരു 3 ലൈൻസെങ്കിലും മിനിമം ചെയ്തിരിക്കണം. കൊച്ചു കുട്ടികളാണെങ്കിൽ ഒരു ഫുൾ പേജ്, 4 ലൈൻ്റെ ഫുൾ പേജ് തന്നെ അവർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടിക്ക് തന്നെ സ്മോൾ സൈസ് ഈ 2 ലൈൻസിൽ വരുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക. ഇതും ഒരു 3 ലൈൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഈ പറയുന്ന എല്ലാം 3 ലൈൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇനി അടുത്തത് ബിഗും സ്മോളും കൂടെ ആണ്. ഫസ്റ്റ് ബിഗ് ടിക്ക് കൊടുക്കാം, ദെൻ സ്മോൾ ടിക്ക് ലൈക്ക് ദിസ്, ദെൻ ബിഗ് സ്മോൾ. ഇത്രയും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടിക്ക് ഡൗൺ ആണ്. ഇതിങ്ങനെ തന്നെ എഴുതുക. 3 ലൈൻസിലേക്ക് നമ്മൾ എഴുതുന്നു, ഇവിടെ ഒരു ഡൗണിലേക്ക് ഇങ്ങനെ കൊടുക്കുന്നു, വീണ്ടും 3 ലൈൻസ് ഡൗണിലേക്ക് ഒരു ടിക്ക് കൊടുക്കുന്നു. ഇത് നമുക്ക് സെയിം സ്മോൾ ടിക്ക് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മളിവിടെ ചെയ്ത പോലെ ഫസ്റ്റ് ബിഗ് ടിക്ക്, ദെൻ സ്മോൾ ടിക്ക് ഡൗൺ ആണ്, ദെൻ ബിഗ് ടിക്ക്, സ്മോൾ ടിക്ക്, ബിഗ് സ്മോൾ. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് കറക്റ്റ് ഈ സൈസ് വന്നിരിക്കത്തില്ല. അവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വെക്കും, ഇങ്ങോട്ടൊക്കെ എഴുതും. ഇത് റോങ് ആണ്. കറക്റ്റ് ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ശീലിക്കുക. ഇങ്ങനെ തന്നെ കുറച്ച് മുകളിലേക്ക്, പിന്നെ വരുമ്പോഴേക്കും അത് സ്മോൾ എഴുതുക. സ്മോളിന് ശേഷം ഡൗൺ ടിക്ക് കൂടെ പഠിപ്പിക്കുക, ഡൗൺ. പിന്നീട് വരുമ്പോൾ അതിൻ്റെ സ്മോൾ, ഈ രീതി തന്നെ പഠിപ്പിച്ചു പോവുക. അപ്പം ഇങ്ങനെ പോകാതെ ശ്രദ്ധിക്കണം. ഇത് റോങ് ആണ്. ഇങ്ങനെ നമ്മുടെ ലെറ്റേഴ്സ് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ലെറ്റേഴ്സ് കറക്റ്റ് ആണെങ്കിൽ ഇതേ പാറ്റേൺ തന്നെ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാണുമ്പോൾ വളരെ ഈസിയാന്ന് തോന്നും. കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് പ്രാക്ടീസ് വേണം. ഇത് നമ്മുടെ സി എന്നുള്ള ലെറ്റർ ശ്രദ്ധിച്ച് കാണാം. ഇത് നമ്മുടെ ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ സി എന്നുള്ള ലെറ്ററാണ്. ഇത്രയും പഠിച്ച് നമുക്ക് സി എഴുതാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് സി എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ലെറ്റർ സി, ഈ ടിക്ക് തന്നെ യൂസ് ചെയ്യുന്നു, സ്മോൾ ടിക്ക് യൂസ് ചെയ്യുന്നു. അതിൽ നിന്ന് ഇങ്ങനെ സി എഴുതുന്നു. ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് സി എഴുതാൻ പറ്റും. സ്മോൾ ടിക്ക്, ദെൻ ബാക്കിലോട്ട് വരണം, ഇങ്ങനെ വരണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്യാപ്പ്, ഈ കാണുന്ന ഗ്യാപ്പ് ശ്രദ്ധിക്കണം. അതായത് സി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എഴുതിയാൽ ഇത് റോങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഷേപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ആ ടിക്ക് ഇട്ട് പഠിക്കണം. എല്ലാത്തിൻ്റെ ബേസിക് ഈ ടിക്കാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് സി എഴുതാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ് ഇത് കറക്റ്റ് ആയിരിക്കണം. ഈ ഡിസ്റ്റൻസ് നന്നായിട്ട് നോക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് റോങ് ആണ്. വീണ്ടും സി തന്നെ പ്രാക്ടീസ് ചെയ്യാം. എഗെയിൻ സി.
ഇത് നിങ്ങളൊരു പേജ് ഫുൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അത് ഈസി. നമുക്ക് ഡബിൾ സി എഴുതാം. ഇങ്ങനെ സി എഴുതുന്നു, അതിലൂടെ തന്നെ അടുത്ത സി എഴുതുന്നു, നെക്സ്റ്റ് സി, ഡബിൾ സി. ഇങ്ങനെയും കൂടെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിന്നിവിടെ സി എന്ന ലെറ്റർ എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാമെന്ന് പഠിച്ചു. ഇനി അടുത്ത ലെറ്റേഴ്സ് നമുക്ക് വളരെ കറക്റ്റായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതാൻ പഠിക്കാം. അപ്പോൾ ഇത് ഒരു 4 ലൈൻ ബുക്കിൽ എങ്ങനെ എഴുതാമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് പെൻസിൽ യൂസ് ചെയ്തും പെൻ യൂസ് ചെയ്തും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബാക്കിയുള്ള ലെറ്റേഴ്സ് നമുക്ക് അടുത്ത ഓരോ ക്ലാസ്സുകളിലും പഠിക്കാം. സോ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്